ഹലോ ഫ്രണ്ട്സ്, ഒരു നാടൻ വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ട്രഡീഷണൽ ആണെങ്കിലും അതിലൊരു മോഡേൺ വേണ്ടേ. അപ്പോൾ ഇതാ ക്രീമി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് പൂവടയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും വോക്ക് ആൻഡ് ലാഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ റെസിപ്പി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഒരു കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ, അതിന് പാകത്തിനുള്ള പഞ്ചസാര. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി 1.5 ടീസ്പൂൺ കോക്കോ പൗഡർ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കാനുള്ളത്. ആ ഒരു മുട്ട ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ വെള്ളം, സാധാ നോർമൽ വെള്ളം, 1.5 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. എപ്പോഴും വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പാകത്തിന് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഓരോ മാവിനനുസരിച്ച് ഓരോ പൊടികൾക്കനുസരിച്ച് വെള്ളത്തിനൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ പണി കിട്ടും. ഇതാണ് മാവിൻ്റെ പരുവം. നല്ല ലൂസുമല്ല, എന്നാൽ നല്ല കട്ടിക്കുമല്ല, ഒരു മീഡിയം സൈസിൽ. പിന്നെ ഇതിലേക്കൊരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യാം. കാരണം അത് ഉപ്പിൻ്റെ ആ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോ തവി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പരത്തി കൊടുക്കണ്ട, ജസ്റ്റ് അതിങ്ങനെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അടച്ചു വെച്ചൊന്ന് വേവിക്കുക, എന്നാലേ അതിൻ്റെ മുകൾ ഭാഗം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഒട്ടണ പരുവായിരിക്കും അടച്ചു വെക്കാഞ്ഞാൽ. ഓയിലിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. വളരെ ഈസിയാണ്. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്ങുകൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതേപോലത്തെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് വെച്ച് കൊടുത്തു. ചോക്ലേറ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ മുകളിലേക്കായിട്ട് വൈറ്റ് ചോക്ലേറ്റും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂട് ഈ അപ്പത്തിനുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ചൂടാറിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇതേപോലെ നമ്മൾ പെർഫെക്ഷനിൽ കിട്ടില്ല, അതൊരു കുഴഞ്ഞിട്ടേക്കും. ഇപ്പം നല്ലൊരു ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂടോടെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 എണ്ണമൊക്കെ ചുട്ടെടുക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട് റെഡിയാക്കി വെക്കുക. അടുത്തത് ചുടുക. അങ്ങനെ മുഴുവനായിട്ടും ചുട്ട് നമ്മൾ ഒന്നിച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മളിതുപോലെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ അതിൽ പിടിക്കൂല. നമ്മളെങ്ങനെ ഒട്ടിച്ചാലും അത് വിട്ടിട്ടേ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ളതും ഒരു സിമ്പിളായിട്ടുള്ളതുമായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.